സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ മറ്റൊരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഏതാണ്? ആനയും അണ്ണാറക്കണ്ണനും. ഓക്കെ കൂട്ടുകാർ, റെഡിയാണോ? നമ്മുടെ 1ാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗമാണ് കഥ കഥ കസ്തൂരി എന്നതിലെ ആനയും അണ്ണാറക്കണ്ണനും എന്നുള്ളത്. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. റെഡിയാണോ? ടീച്ചർ ഒരു നാടോടി കഥ പറഞ്ഞത് കേട്ടല്ലോ, ഇനി മറ്റൊരു കഥ വായിക്കാം. അപ്പോൾ ഇവിടെ അടുത്തൊരു നാടോടി കഥയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് കഥയുടെ പേര് കൂട്ടുകാരെ? അതെ, ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണാറക്കണ്ണനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു. അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞുപോയി. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതി മൂത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു. ആരങ്ങനെ ചെയ്തത്? അണ്ണാറക്കണ്ണൻ. ആരുടെ പ്ലാവായിരുന്നു? ആനയുടെ. വെരി ഗുഡ്, നല്ല കുട്ടികൾ കേട്ടോ. ഒരു ചക്ക കാണാനില്ലല്ലോ. അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു. നീ എൻ്റെ ചക്ക തിന്നോ? തിന്നൂലോ. ചിൽ 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 ചിൽ, ഞാൻ ചക്ക തിന്നൂലോ. അണ്ണാൻ പറഞ്ഞു. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ആന ഒറ്റയേറ് കൊടുത്തു. ഇത് നോക്കൂ, ആനയും അണ്ണാനും തമ്മിലുള്ള ഫോട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനേ? എന്നിട്ട് എന്താ ഉണ്ടായി നോക്കിയാലോ? അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തില്. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ 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 ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ. ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്തു ഒറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാഗയും തേച്ചു, ചിൽ ചിൽ ചിൽ. ആനക്ക് പിന്നെന്താ ഉണ്ടാവുക? ആനക്ക് പിന്നെയും ദേഷ്യം വന്നു കാണും അല്ലേ? ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാഗയും തേച്ചു, ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു, ചിൽ ചിൽ ചിൽ. പിന്നെന്താ സംഭവിക്കുക കൂട്ടുകാരെ? ആനക്ക് പിന്നെയും ദേഷ്യം വരും. അങ്ങനെ ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒറ്റയേറ്. ഈ തവണ അണ്ണാൻ എങ്ങോട്ടാ വീണത്? അണ്ണാൻ ചെന്നു വീണതോ ഒരു കുളത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാഗയും തേച്ചു, ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു, ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു, ചിൽ ചിൽ ചിൽ. ആനക്ക് പിന്നെയും ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു, ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു, ചിൽ ചിൽ ചിൽ, വാഗയും തേച്ചു, ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു, ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു, ചിൽ ചിൽ ചിൽ, പ്ലാവിൻ കൊമ്പിലെത്തി, ചിൽ ചിൽ ചിൽ. ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ ചെയ്യുക നമ്മള്? ആരെങ്ങനെ ചിന്തിക്കാവൂലേ എന്താ ചെയ്യാന്ന്? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കഥ. എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെയും ആനക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവൂലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം. അപ്പൊ കൂട്ടുകാർ പാഠഭാഗം നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കണേ. ഇനി അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ? എന്തുകൊണ്ട്? കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? ടീച്ചർ നിങ്ങൾക്ക് വേറെ നാടോടി കഥകളൊക്കെ പറഞ്ഞു തന്നോ? അതും ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറയണേ. ഇത്തരം കഥകൾ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കഥകളിൽ നല്ല ഒരു ഇതുണ്ടായിരിക്കും അല്ലേ? ഗുണപാഠം കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇത്തരം കഥകളിൽ ഉണ്ടാകും. നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം. അവരെ ടീച്ചർ സ്കൂളിലേക്കും വിളിക്കും. അവർ പറയുന്ന കഥകൾ കേൾക്കൂ. കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത്. അതൊക്കെ സ്കൂളിൽ വെച്ച് നടത്തുന്ന പ്രവർത്തനമാണ്.
കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കൂ. റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരോടൊത്ത് അഭിനയിച്ച് കാണിക്കാം. നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ. ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം. അപ്പോൾ ഇതും കൂട്ടുകാരെ ചെയ്യേണ്ട കാര്യമാണല്ലേ. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ഇതെല്ലാം ചെയ്യാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ കൂട്ടുകാരും പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടീച്ചറുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.